ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് വേണ്ടത്. ഏകദേശം 1/4 കപ്പ് അളവിൽ. കാഷ്നട്ടും ബദാമും ഒക്കെ അല്പം കുറഞ്ഞ അളവിൽ മതിയാകും. ഇനി നമുക്കതൊരു പാനിലോട്ട് ഇടാം. നമുക്ക് ഇതിന് പകരം നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കാഷ്നട്ട് ബദാമും എല്ലാം അതിലോട്ട് ചേർക്കാം. ഇത് നമ്മൾ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഓറഞ്ച് ജ്യൂസിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നാണ് കേക്ക് റെഡിയാക്കുന്നുവെങ്കിൽ 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും ചേർത്ത് നല്ല മിക്സാക്കി എടുക്കണം. നമ്മൾ ഏലക്കായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് സിറപ്പിൽ ഇതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ട് 1/4 കപ്പ് ഷുഗറാണ് ചേർത്തത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വെള്ളം ചേർത്തതിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയം കുക്ക് ചെയ്യേണ്ടത്. സൈഡൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറായി വരുന്ന സമയമാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ലൈറ്റായിട്ട്. ഇപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ കളറിലാവുമ്പോഴാണ് അത് റെഡിയായി വന്നു എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് നല്ല മിക്സാക്കി എടുക്കണം. നമ്മൾ 1/4 കപ്പ് അളവിൽ ഷുഗർ ചേർത്തുകൊണ്ടാണ് 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്തത്. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അത് ഇരിക്കേണ്ടത്. 1 കപ്പ് മൈദയാണ് എടുത്തത്, 100 ഗ്രാം അളവിൽ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് സോൾട്ടും ചേർത്തിട്ട് ഒരു 3-4 തവണ ഇതുപോലെ അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് നമ്മൾ 3-4 തവണ അരിച്ചാൽ അത് എല്ലായിടത്തും ഒരേപോലെ യോജിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ബാറ്ററിൽ താഴ്ന്നു പോകാതെ ഇരിക്കാൻ 1 ടീസ്പൂൺ എക്സ്ട്രാ പൊടി എടുത്ത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ടിന്നൊക്കെ റെഡിയാക്കാം. അല്പം ഓയിലൊന്ന് നല്ല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, സൈഡിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയാണ്. അല്പം പൊടി കൂടെ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്യണം. അത് എന്നിട്ട് നമുക്കിനി ബട്ടർ പേപ്പറൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഇത് ഒരേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. എത്ര നമ്മൾ ഹൈറ്റ് വേണോ അത്രയും അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് സെൻറ്ററിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തും ബട്ടർ പേപ്പറിലും ലൈറ്റായിട്ടൊന്ന് ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബൗളിലോട്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത്. 100 ഗ്രാം അളവിൽ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പൗഡർ ഷുഗർ അതും 100 ഗ്രാം അളവിലാണ് എടുത്തത്. അതും കുറച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. 2 പ്രാവശ്യമായിട്ടിട്ടാണ് ഷുഗറും ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് 2 എഗ്ഗാണ് എടുത്തത്. ഓരോ എഗ്ഗായിട്ടിട്ട് ബീറ്റ് ചെയ്യണം. ആദ്യം 1 എഗ്ഗ് ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തതും. ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബാലൻസ് വെച്ചിരുന്ന ഷുഗറും അതിലോട്ട് ചേർത്ത് അതും ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് സൈഡൊക്കെ നല്ല ഇതൊക്കെ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ എഗ്ഗും അതുപോലെ പൊട്ടിച്ച് ഒഴിക്കണം. ആദ്യം ബട്ടർ, അത് കഴിഞ്ഞ് ഷുഗർ, എന്നിട്ട് എഗ്ഗ്, അത് കഴിഞ്ഞിട്ട് പൊടിയും ആഡ് ചെയ്ത് അങ്ങനെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ പൊടി അതിലോട്ട് 1-2 പ്രാവശ്യമായിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. പൊടിയിലെ ക്ലംസൊക്കെ മാറാൻ വേണ്ടിയാണ്. ഇപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കണം. അതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. അതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ എടുത്തു വെച്ച കാരമൽ സിറപ്പ് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് അത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോൾ കേക്കിന് നല്ല കളർ കൊടുക്കും.
ഇതേ രീതിയിൽ മിക്സാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ സെറ്റ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 1 മണിക്കൂർ വയ്ക്കേണ്ടതാണ്. ഇത് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറായി. ഇപ്പോൾ ഒന്ന് തണുത്തു നല്ലവണ്ണം. ഇനി നമുക്കത് പതുക്കെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം അതിൽ നിന്ന്. നമ്മളത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിനേക്കാളും ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളത് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്ക് ബാക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ പതുക്കെ മാറ്റാം. നല്ല സ്പോഞ്ചായിട്ടുള്ള ആവശ്യത്തിന് മധുരം ഉള്ള ഒരു കേക്കാണ്. ഓവറായി മധുരമൊന്നും ഇല്ലാതെ ആണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് 1/2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.